നമസ്കാരം. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച എയർഫോഴ്സ് വണ്ണിന് സമീപത്തുകൂടി സ്പിരിറ്റ് എയർലൈൻസിന്റെ യാത്രാ വിമാനം ആകാശത്ത് വെച്ച് അപകടകരമായ രീതിയിൽ അടുത്തു വന്നതായി റിപ്പോർട്ട്. സംഭവം യു.എസ്. വ്യോമയാന ട്രാഫിക് കൺട്രോളർമാരിൽ വലിയ ആശങ്കയായിരുന്നു സൃഷ്ടിച്ചത്. ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിന് മുകളിൽ വെച്ചാണ് സംഭവം. വിമാനങ്ങളുടെ സഞ്ചാരപാതകൾ അപകടകരമായ രീതിയിൽ ഒത്തുചേരുന്നതായി എയർ ട്രാഫിക് കൺട്രോളർ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഫോർട്ട് ലോഡർലേഡിൽ നിന്ന് ബോസ്റ്റണിലേക്ക് പുറപ്പെട്ട സ്പിരിറ്റ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1300 ആണ് പ്രസിഡന്റിന്റെ വിമാനത്തിന് സമീപമെത്തിയത്. രണ്ട് വിമാനങ്ങളുടെയും ഉയരം ഏതാണ്ട് സമാനമായിരുന്നുവെന്നും സഞ്ചാരപാതകൾ ഒത്തുചേരുകയായിരുന്നുവെന്നും ATC വിഭാഗം കണ്ടെത്തുകയും ചെയ്തു. ന്യൂയോർക്കിലെ ട്രാഫിക് കൺട്രോളർ നിരവധി തവണ വിമാനത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രതികരണമുണ്ടായില്ല. പിന്നീട് കൂടുതൽ കർശന നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. സ്പിരിറ്റ് 1300 ഉടൻ 20 ഡിഗ്രി തിരിയുക എന്നായിരുന്നു കൺട്രോളറുടെ നിർദ്ദേശം. സംഭവത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ATC ഉദ്യോഗസ്ഥൻ സ്പിരിറ്റ് വിമാനത്തിന്റെ പൈലറ്റുമാരോട് അവരുടെ സഞ്ചാരപാത മാറ്റാൻ പലതവണ നിർദ്ദേശം നൽകുന്നതായി വ്യക്തമാണ്. ആദ്യം പതിഞ്ഞ ശബ്ദത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും പ്രതികരണമുണ്ടാകാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥൻ ശബ്ദം കടുപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ ഇടതു ചിറകിൽ നിന്ന് 8 മൈൽ അകലെ ട്രാഫിക് ഉണ്ട്. അത് ആരാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, ഐപാഡിൽ നിന്ന് കണ്ണെടുക്കൂ. സ്പിരിറ്റ് എയർലൈൻസ് അധികൃതർ പറയുന്നതനുസരിച്ച് ഫ്ലൈറ്റ് 1300 ATC നിർദ്ദേശങ്ങൾ പാലിക്കുകയും സുരക്ഷിതമായി ബോസ്റ്റണിൽ ഇറങ്ങുകയും ചെയ്തു. അതേസമയം ബ്രിട്ടീഷ് സന്ദർശനത്തിനിടയിൽ എലിസബത്ത് രാജ്ഞിയുടെ ശവകുടീരത്തിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതീവ വൈകാരികമായ ശ്രദ്ധാഞ്ജലിയാണ് അർപ്പിച്ചത്. പത്നി മെലാനിയയ്ക്കൊപ്പം വിൻസ്റ്ററിലെ സെയിന്റ് ജോർജ് ചാപ്പലിലെത്തിയ ട്രംപ് ഭക്തിയും ശോകവും കലർന്ന സമ്മിശ്ര വികാരത്തിലായിരുന്നു. കല്ലറയിൽ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷം ഏകദേശം 10 മിനിറ്റോളം അവിടെ ചെലവഴിച്ചതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഇവിടം സന്ദർശിക്കാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയായി കരുതുന്നു എന്നാണ് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്. അവിടെ നിന്നും പുറത്തിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റിനും ഭാര്യയ്ക്കും സെയിന്റ് ജോർജ് ചാപ്പൽ കോയർ സംഘം സംഗീത വിരുന്നൊരുക്കി. ഗാനം അവസാനിച്ചപ്പോൾ കയ്യടികളോടെ ട്രംപ് 7 മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾ അടങ്ങിയ ഗായക സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഗായക സംഘത്തോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ട്രംപ് അവിടെ നിന്നിരുന്ന മാധ്യമപ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നിങ്ങളെ പ്രശസ്തരാക്കും എന്ന് കുട്ടികളോട് പറയാനും മറന്നില്ല.